എത്തീസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ ശബ്ദിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോൾ എത്തീസത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത് വെറും മണ്ടത്തരാണ്. കാരണം യു ഓൺലി ലീവ് വൺസ്, നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ജീവിക്കുള്ളൂ. അത്രയും റെയർ ഓഫ് റെയറസ്റ്റായി ലഭിച്ച ആ ഒരു ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട്, സ്വയം സഫർ ചെയ്തുകൊണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഫൈനലി ലഭിക്കുന്ന എന്താണ്? നിങ്ങൾ ജസ്റ്റ് മണ്ണായി തീരുന്നു. അതേസമയം നിങ്ങൾ പിന്നെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു, കൊള്ളയടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഏകാധിപതിയായി നിന്നുകൊണ്ട് നിങ്ങളുടെ ഒരുതരം സെൽഫ് പ്ലഷറിന് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ അവിടെ ശരിക്കും നിങ്ങളൊരു 100% യുക്തിവാദിയാവുകയാണ് ചെയ്യുന്നത്. കാരണം ലൈഫ് ഈസ് റെയർ ഓഫ് റെയറസ്റ്റ്. ഇവിടെ നിങ്ങളത് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഒരു മനുഷ്യന് എത്തീസം എന്നുള്ളൊരു ഐഡിയ തലയിൽ കയറിയ ഒരു മനുഷ്യന് പരമാവധി സ്വന്തം സുഖഭോഗ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു യുക്തി മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഹിറ്റ്ലർ ചെയ്ത് ശരിക്കും യുക്തിവാദമാണ്, സ്റ്റാലിൻ ചെയ്തത് യുക്തിവാദമാണ്. എല്ലാ ഏകാധിപതികളും അവരുടെ സുഖ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരൊക്കെ ചെയ്യുന്നത് അവരുടെ യുക്തിവാദമാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ യുക്തിവാദം ഇത്രമാത്രം ഈ കൊതിപ്പിക്കാനും പേടിപ്പിക്കാനും ഒന്നും നൽകാനില്ലെങ്കിൽ അത്രമാത്രം അതപ്പതിച്ച ഒരു ഐഡിയോളജി ആയിട്ട് അത് മാറണം. അപ്പോൾ രവിചന്ദ്രൻ ഇവിടെ പറയുന്നത് പോലെ ഈ പിന്നെ കൊതിപ്പിക്കാനും പേടിപ്പിക്കാനൊന്നും എത്തീസത്തിനകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് ജസ്റ്റ് ഷോസ് ദി ഇൻകംപെറ്റൻസ് ഓഫ് എത്തീസം. അത് അത്രമാത്രം ഒരു എടുക്കാൻ കൊള്ളാത്തൊരു ദുർബലമായുള്ള ഒരു സാധനമാണെന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. നത്തിങ് മോർ ദാൻ ദാറ്റ്. അതൊക്കെ ശരിക്കും ഒരു കൊള്ളാത്ത ആശയമാണ് തൻ്റെ കയ്യിലുള്ളത് എന്നിങ്ങനെ പരസ്യമായി പറയും, എന്നിട്ട് അതിൽ അഭിമാനിക്കുകയും എന്നിട്ട് ഉൾപ്പുളകം കൊണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ബുദ്ധിയില്ലായ്മയാണെന്നുള്ളതാണ്